Hello everybody, welcome back to the Atomic Literature. So നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂസിലാൻഡ് മൗറി ഓഥറായ വിറ്റി ഇഹിമേയുര എഴുതിയ ദ യെല്ലോ ബ്രിക്ക് എന്ന് പറയുന്നൊരു ഷോർട്ട് സ്റ്റോറിയാണ്. ബിഫോർ മൂവിങ് ഓൺ ടു ദ ഷോർട്ട് സ്റ്റോറി, വി വിൽ ഹാവ് എ ക്വിക്ക് ഇൻസൈറ്റ് അബൌട്ട് ദി റൈറ്റർ വിറ്റി ഇഹിമേയുര. അപ്പം ഹീസ് എ നോവലിസ്റ്റ്, എ ഷോർട്ട് സ്റ്റോറി റൈറ്റർ, editor and a lecturer at the University of Auckland. അദ്ദേഹമാണ് നമ്മുടെ മൗറി നോവലിസ്റ്റ് ആയിട്ടുള്ള ഫസ്റ്റ് മൗറി നോവലിസ്റ്റ് എന്നുള്ളൊരു ടൈറ്റിൽ കിട്ടുന്നത്. ആൻഡ് ഹി പബ്ലിഷ് ദ നോവൽ ടാങ്കി ഇൻ 1973. ആ ഒരു പെർട്ടിക്കുലർ നോവലിന് ന്യൂസിലാൻഡിൻ്റെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള അവാർഡ്, അതായത് ദ വാറ്റി ബുക്കർ ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പൗനാമു എന്ന് പറയുന്നതാണ് ദ ഫസ്റ്റ് ഷോർട്ട് സ്റ്റോറി കളക്ഷൻ പബ്ലിഷ്ഡ് ബൈ മൗറി. അതും ഇദ്ദേഹത്തിൻ്റെയാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ മറ്റ് ഷോർട്ട് സ്റ്റോറീസ് എന്ന് പറയുന്നത് ദ ഗാതറിംഗ് ഓഫ് ദി വെക്കപ്പ, ദ ഗ്രീൻ സ്റ്റോൺ പാറ്റു, എ ഗെയിം ഓഫ് കാർഡ്സ്, ഫയർ ഓൺ ഗ്രീൻ സ്റ്റോൺ, യെല്ലോ ബ്രിക്ക് റോഡ് ആൻഡ് റിട്ടേൺ ഫ്രം ഓസ്. അപ്പോൾ ഇത്രയാണ് ബേസിക്കലി ഇദ്ദേഹം എഴുതിയ വർക്ക്സ് അല്ലെ ഷോർട്ട് സ്റ്റോറീസ് എന്ന് പറയുന്നത്. നമുക്ക് വിറ്റി ഇഹിമേയുരയുടെ വർക്ക്സുകളിലെല്ലാം നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ സാധിക്കുന്നത് ദ കണ്ടംപററി ഓഫ് മവോറി, നമ്മുടെ പോറ്റിക്ക് എന്ന് പറയുന്നതിലും ഉള്ളൊരു മവോറി കൾച്ചർ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ എഴുതിക്കൊണ്ടിരുന്നത്. ആ ഒരു മവോറി ലൈഫിൻ്റെ കൾച്ചറും അതിനോടൊപ്പം തന്നെ അതിൻ്റെ വാല്യൂസ്, അവരുടെ ട്രഡീഷണൽ വാല്യൂസ് ഒക്കെ ആയിരുന്നു ഈ ഒരു വർക്കിൻ്റെ അകത്തും പുള്ളിയുടെ ബേസിക് വർക്കിൻ്റെ അകത്തെല്ലാം ഡീൽ ചെയ്തിരുന്നത്. അതുപോലെ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു സെൻട്രൽ ഫീച്ചർ ഓഫ് ഹിസ് വർക്ക് എന്ന് പറയുന്നത് ഈസ് ദ ഇമാജിനേറ്റീവ് ലാൻഡ്സ്കേപ്സ് ഇൻ ദ വനാവ് എന്ന് പറയുന്ന അവരൊരു ഫാമിലി കമ്മ്യൂണിറ്റിയാണ് പറയുന്നത്. The stories develop an emotional and cultural values and the tradition of Maori. So in all his works we can see an emotional as well as cultural and traditional values of Maori people which is being portrayed. When it comes to the story in the Yellow Brick and the Return from Oz, ഈ രണ്ട് ബുക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് the writer approaches different issues from other stories. അതായത് മവോറി ആൻഡ് പക്കേഹ എന്ന് പറയുന്നതും ഒരു ഗ്രൂപ്പ് ഓഫ് ന്യൂസിലാൻഡ് യൂറോപ്യൻസ് ആണ്. ആ ഒരു കമ്മ്യൂണിറ്റിയും മവോറി എന്ന് പറയുന്നത് ഒരു നേറ്റീവ് ന്യൂസിലാൻഡ് ആളുകളാണ്. അപ്പം ആ ഒരു രണ്ട് കമ്മ്യൂണിറ്റീസിൻ്റെയും റേസിസം, അവരുടെ ഇടയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന റേസിസം ഒക്കെ ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. ദ പോവർട്ടി വാസ് മെയിൻ ഇഷ്യൂ വൈ മവോറി പീപ്പിൾ ഹാവ് മൂവ് ഫ്രം ദർ വില്ലേജ്. അപ്പം മവോറി പീപ്പിൾ അവരുടെ വില്ലേജിൽ നിന്ന് മൂവ് ചെയ്യാൻ ഉണ്ടായ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് അവരുടെ പോവർട്ടിയാണ്. അപ്പോൾ അവർ ടു ഏൺ മണി, അതിനു വേണ്ടിയായിരുന്നു അവർ പലപ്പോഴും മൈഗ്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഇഷ്യൂവും ഇതിൻ്റെ അകത്ത് ഡീൽ ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. സോ ഇൻ ദ ഷോർട്ട് സ്റ്റോറി ഓഫ് യെല്ലോ ബ്രിക്ക് റോഡ്, ലാക്സ് ഓഫ് ജോബ്സ് ആൻഡ് മണി ഇൻവൈറ്റ് യു ഹു ഡ്രോൺ ദിസ് ഫാമിലി ടു വെല്ലിംഗ്ടൺ സിറ്റി. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഒരു ഷോർട്ട് സ്റ്റോറി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഫാമിലിയാണ്. അവർ വെല്ലിംഗ്ടണിലേക്ക് മൂവ് ചെയ്യാണ്. കാരണം ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് ജോബ്, അതുപോലെ തന്നെ പൈസയ്ക്കുള്ള കുറവൊക്കെ കാരണമാണ് അവരവരുടെ ഫാമിലി ആയിട്ട് വെല്ലിംഗ്ടൺ സിറ്റിയിലേക്ക് മാറുന്നത്. അവരവൻ്റെ അത് പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഐ വോണ്ട് അസ് ടു ഹാവ് എ ഗുഡ് ലൈഫ്, എ ന്യൂ സ്റ്റാർട്ട് ഫോർ മൈ കിഡ്സ്. Me and Hina, we have always had nothing, but my kids, they are going to grow up with everything. I will fight for it because they must have it. അപ്പോൾ ഇതിനകത്ത് രണ്ട് പേരൻസിനെ കൺസേൺ ആണ് അവർ പറയുന്നത്. അവർ പറയാണ് നമുക്ക് ഒരു പുതിയ ലൈഫ്, ഒരു ന്യൂ സ്റ്റാർട്ട് വിത്ത് എ ഗുഡ് ലൈഫ്, അത് നമുക്ക് വേണം. അത് ഏറ്റവും കൂടുതൽ നമ്മളെക്കാളും കൂടുതൽ നമ്മുടെ കുട്ടികൾക്കാണ് വേണ്ടത്. എനിക്കും എൻ്റെ വൈഫിനും, അല്ലെങ്കിൽ നമുക്കത് ചിലപ്പം നമുക്കൊന്നും നമ്മുടെ ലൈഫിൽ കിട്ടിയിട്ടില്ലായിരിക്കും. വി ഹാവ് ഓൾവേസ് ഹാഡ് നത്തിങ്. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ ആയിക്കൂടാ. അവരെല്ലാം കിട്ടി വേണം അവർ വളരാൻ. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്യും എന്നുള്ളൊരു പേരൻ്റൽ കൺസേൺ ആണ് നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ സെൻട്രൽ ഫാമിലി മൂവ് ചെയ്യുന്നതിൻ്റെ റീസൺ ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. The two cultures overlap each other, however, older ones in the family always reminding their roots to the newer generations. And the best way to do this return to Waitu, to draw you there so you can get to know your Maori home while I am still living and even long after I have gone എന്നാണ് പറയുന്നത്. അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു നമ്മൾ പറഞ്ഞത് യെല്ലോ ബ്രിക്ക് റോഡ് എന്ന് പറയുന്ന ഒരു കാര്യം ഇത് അതിൻ്റെ അകത്ത് ഡീൽ ചെയ്യപ്പെടുന്നത്. This story symbolized new path in life, the long travels to get their new destination with hopes to have better life for their children. ഞാൻ ഓൾറെഡി പറഞ്ഞു,
ഒരു ഫാമിലിയിൽ അവരുടെ മക്കൾക്ക് വേണ്ടി ഏറ്റവും ബെറ്റർ ലൈഫ് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു മൈഗ്രേഷനാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നത്. So the things they have in their car, which called as a junk stuff, represents the life of Maori have in Waitukhi. The condition of the car and the stuff they have loaded in the car symbolized their poverty. അപ്പോൾ അവരുടെ കാറിൽ അവർ സൂക്ഷിച്ചിരുന്ന സ്റ്റഫുകളും അവരുടെ കാറിൻ്റെ കണ്ടീഷനും ഒക്കെ തന്നെ അവരുടെ ഒരു ലൈഫിൻ്റെ ഒരു ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾ നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഈ ഒരു റൈറ്റർ അതിലൂടെ പോർട്രേ ചെയ്യാനും ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അവർക്ക് നാട്ടിലുണ്ടായിരുന്ന ആകെ ഒരു ജോലി എന്ന് പറയുന്നത് ഈ ഫ്രൂട്ട്സ് എല്ലാം പെറുക്കുന്ന അങ്ങനത്തെ ഒരു ജോലിയായിരുന്നു. അതിന് പോലും അവർക്ക് മച്ച് മണി കിട്ടുന്നില്ലായിരുന്നു. സോ ദ ലൈഫ് സ്റ്റൈൽ ഇൻ വൈറ്റൂഹി, അവരുടെ വൈറ്റൂഹിയിലുള്ള അവരുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെ 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 ലെസ് ദാൻ മിനിമലായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്നാണ് അവർ എന്ത് ചെയ്യുന്നത്, ഒരു നല്ലൊരു സിറ്റി, നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യണം എന്നാഗ്രഹിച്ച് പോകുന്നത്. അതാണ് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ഒരു നോവലിനകത്ത് നമുക്ക് കാണാൻ, ഒരു ഷോർട്ട് സ്റ്റോറിക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. നമുക്കിനി ഷോർട്ട് സ്റ്റോറിയെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊന്ന് അറിയാം, ഇറ്റ് ഈസ് ഓൾവേസ് ബെസ്റ്റ് ടു സ്റ്റാർട്ട് അറ്റ് ദി ബിഗിനിങ് ആൻഡ് ഓൾ യു ഡു ഈസ് ഫോളോ ദ യെല്ലോ ബ്രിക്ക് റോഡ്. അപ്പം ഈ ഒരു പെർട്ടിക്കുലർ ഒരു സെൻറ്റൻസ് നമുക്കറിയാം, അവരൊരു ന്യൂ സ്റ്റാർട്ടിലേക്ക് അവർ പോവുകയാണ്. എന്തോ ഒരു ന്യൂ ബിഗിനിങ് അവരുടെ ലൈഫിലേക്ക് അവർ നേടാൻ പോവുകയാണ്. അതിനകത്ത് നമുക്കൊരു മൗറി ഫാമിലി ആയിട്ടുള്ള റോഹ, മാത്യു, അവരുടെ മം ആൻഡ് ഡാഡ്, ഇവർ ഇത്രയും പേരൂടെ വെല്ലിംഗ്ടണിലേക്കുള്ളൊരു യാത്രയാണ് നമ്മൾ കാണുന്നത്. വെല്ലിംഗ്ടണിലേക്ക് വെറുതെ അവരൊരു യാത്ര പോകുന്നതല്ല, മറിച്ച് അവരൊരു ന്യൂ ലൈഫ് അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ഫാമിലി ആയിട്ടാണ് നമ്മൾ കാണുന്നത്. The narrator Matthew expresses his excitement for the journey. ഒരു യെല്ലോ ബ്രിക്ക് റോഡിലേക്ക് ആ ഒരു വഴി, ആ ഒരു ജേർണിയുടെ എക്സൈറ്റ്മെന്റ് ആ പയ്യൻ, അതായത് നറേറ്റർ എന്ന് പറഞ്ഞാൽ മാത്യു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്, ആ ഒരു മകനാണ്. ആ മകന്റെ എക്സൈറ്റ്മെന്റ് നമുക്ക് ആ ഒരു എക്സ്പ്രഷനിലൂടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അത് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ യെല്ലോ ബ്രിക്ക് റോഡ് എന്ന് പറയുന്ന ആ ഒരു ജേർണിയും ആ ഒരു ടൈറ്റിലും എല്ലാം തന്നെ നമുക്ക് ഇറ്റ് സ്ട്രോങ്ലി പാരലൽസ് ടു ദ ഫേമസ് ബുക്ക് ദ വിസാർഡ് ഓഫ് ഓൾസ്. ആ ഒരു ബുക്കുമായിട്ട് വളരെ പാരലൽ ആയിട്ട് പോകുന്ന ഒരു ബുക്കാണ്, ഒരു സ്റ്റോറിയാണ് ദ യെല്ലോ ബ്രിക്ക് റോഡ് എന്ന് പറയുന്നത്. ഈ നമ്മുടെ നറേറ്റർ ആയിട്ടുള്ള മാത്യു ബിലീവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ യെല്ലോ ബ്രിക്ക് റോഡ് വേഗം നമ്മൾ കടന്നു കഴിഞ്ഞാൽ നമ്മൾ എമറാൾഡ് സിറ്റിയിൽ എത്തുമെന്നാണ് അവർ പറയുന്നത്. എമറാൾഡ് സിറ്റി എന്ന് പറയുന്നത് ഈ ഒരു വിസാർഡ് ഓഫ് ഓസ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഒരു ഫിക്ഷണൽ ഒരു ലാൻഡ് ആണ്, വേർ യുവർ എവറി ഡ്രീംസ് ആൻഡ് ഹോപ്സ് വിൽ ബി ഫുൾഫിൽഡ്. നമ്മൾ എന്തൊക്കെ സ്വപ്നം ഉണ്ടായിരുന്നോ, നമുക്ക് എന്തൊക്കെ ആഗ്രഹിച്ചോ അതെല്ലാം നേടിയെടുക്കുന്ന ഒരു സിറ്റി എന്നുള്ള അറിയപ്പെടുന്ന ഒരു ലാൻഡ് ആയിരുന്നു എമറാൾഡ് സിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ നറേറ്റർ ആയിട്ടുള്ള മാത്യു വിശ്വസിക്കുന്നത് ഈ ഒരു യെല്ലോ ബ്രിക്ക് റോഡ് നമ്മൾ ഫോളോ ചെയ്ത് നമ്മൾ പോകുമ്പോൾ നമ്മൾ നമ്മുടെ എമറാൾഡ് സിറ്റിയിലെത്തും, അവിടെ തൊട്ട് എവറിത്തിങ് വിൽ ബി പെർഫെക്റ്റ് എന്നാണ് നമ്മുടെ നറേറ്റർ കരുതുന്നത്. പക്ഷെ എന്നാലും ദ റെസ്റ്റ് ഓഫ് ദി ഫാമിലി ഭയങ്കര വിഷമത്തിലാണ്. എത്ര എന്ന് പറഞ്ഞാൽ അവർ അവരുടെ ഒരു ഹോം ടൗണിൽ നിന്നാണ് ഒരു യാത്ര തിരിക്കുന്നത്. അത് നമ്മുടെ മാത്യുവിൻ്റെ അത്രയും എക്സ്ട്രീം പോസിറ്റിവിറ്റിയും ഡ്രീംസും ഒന്നും അവർക്ക് അവിടെ ഇല്ലായിരുന്നു. അപ്പൊ അതിൻ്റെ ഒരു വിഷമം അവർക്ക് ഈ ബാക്കി ഫാമിലി മെമ്പേഴ്സിനുണ്ടായിരുന്നു. നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിനകത്ത് പ്രധാനമായി കാണാൻ സാധിക്കുന്ന വെച്ചാൽ പക്കേഹ ആൻഡ് മൗറി ഒരു ഡിഫറെൻറ്റ് കൾച്ചേഴ്സിൻ്റെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, അവരുടെ കോൺഫ്ലിക്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഈ ഒരു വർക്കിന്റെ ഓഥർ എന്ന് പറയുന്നതും ഒരു മവോറി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളും എല്ലാം അദ്ദേഹത്തിന് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതിന്റെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് നമ്മുടെ യെല്ലോ ബ്രിക്ക് റോഡ് എന്ന് പറയുന്ന സ്റ്റോറിയിലും കാണാൻ സാധിക്കും. സോ ബീങ് ഫ്രം എ സ്മോളർ ടൗൺ വിത്ത് മെയിൻലി മവോറീസ്, മാത്യുവിനും നമ്മുടെ സിസ്റ്ററിനും അധികം എക്സ്പോഷർ കിട്ടിയിട്ടില്ല. കാരണം അവരൊരു ടൗൺ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരുന്നു. അപ്പൊ ഈ ഒരു വെല്ലിംഗ്ടൺ പോലെയുള്ള ഒരു വളരെ വലിയ സ്ഥലത്ത് അവരിപ്പോൾ എത്തിപ്പെടാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ മാത്യുവിന്റെ അച്ഛനോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ, വിൽ ദ പക്കേഹാസ് ലൈക്ക് അസ് ഇൻ വെല്ലിംഗ്ടൺ? നമ്മളെ വെല്ലിംഗ്ടണിലുള്ള പക്കേഹാസ് നമ്മളെ അവർക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളതാണ് ഈ മാത്യുവിനുള്ള ഒരു കൺസേൺ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ മനസ്സിലാകും മാത്യുവിന് കുറെ പ്രീ കൺസീവ്ഡ് ആയിട്ടുള്ള, മാത്യുവിനായിട്ട് ഉള്ള ഒരു സെർട്ടൺ ഉള്ളിൽ കിടക്കുന്ന ഐഡിയാസും ക്വസ്റ്റ്യൻസും എല്ലാം അച്ഛനോട് ചോദിച്ച് ക്ലാരിഫൈ ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് ദ ഓതേഴ്സ് ഇന്റൻഷൻ എന്ന് പറയുന്നത് തന്നെ റീഡേഴ്സിൻ്റെ അടുത്ത് മനസ്സിലാക്കുക ദാറ്റ് അക്സെപ്റ്റിംഗ് ഡിഫറെൻറ്റ് കൾച്ചർ ഈസ് ഇമ്പോർട്ടൻറ്റ്. എന്ത് നമ്മൾ എവിടെയൊക്കെ എത്തിയാലും നമ്മൾ പലപ്പോഴും നമ്മുടെ ഡിഫറെൻറ്റ് കൾച്ചേഴ്സുകൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സും ഒരു മെൻറ്റാലിറ്റി നമുക്ക് ഉണ്ടാകണം എന്നുള്ള ഒരു കൈൻഡ് ഓഫ് ഇൻറ്റൻഷനോടെയാണ് നമ്മുടെ ഓഥർ ഇത് എഴുതുന്നത്. പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഡെസ്പൈറ്റ് മവോറി ബീങ് ദ നേറ്റീവ് പീപ്പിൾ ഓഫ് ന്യൂസിലാൻഡ്, മവോറീസ് ആണ് ശരിക്കും പറഞ്ഞാൽ ന്യൂസിലാൻഡിന്റെ നേറ്റീവ് പീപ്പിൾ,
പക്ഷെ എങ്കിൽ പോലും അവരൊരു മെജോറിറ്റി എന്നുള്ള രീതിയിൽ അവരൊന്നും എക്സ്പ്രസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ പക്കേഹാസ് കരുതുന്നത് അവരാണ് സുപ്പീരിയർ എന്നാണ്. ആ ഒരു ഫീൽ നമുക്ക് എപ്പോഴും ഈ പക്കേഹാസിന്റെ ഇടയിൽ കാണാൻ സാധിക്കും. So this aspect of the story taught that New Zealand and the New Zealanders are not welcoming as always. അവർ എപ്പോഴും അത്ര വെൽക്കമിംഗ് ആയിട്ടുള്ള മെന്റാലിറ്റി ഉള്ളവരല്ല എന്നാണ് കണക്കാക്കപ്പെടുന്നത്. The fact that the author wrote the story from this negative perspective on Pakeha in New Zealand shows us that he have personally had negative experiences in his own life. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ പക്കേഹാസിനെ വളരെ പോസിറ്റീവായിട്ടല്ല ഇതിൻ്റെ അകത്ത് ഓഥർ പ്രസന്റ് ചെയ്തേക്കുന്നത്, പക്കേഹ കമ്മ്യൂണിറ്റിയെ. അത് ചിലപ്പോൾ നമ്മുടെ ഓഥറിന് അല്ലെങ്കിൽ നമ്മുടെ റൈറ്ററിന് അദ്ദേഹത്തിന്റെ ലൈഫിൽ ഇവർ മൂലമുണ്ടായ പേഴ്സണൽ എക്സ്പീരിയൻസസിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടും ആകാമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ നമുക്കൊരു പക്കേഹാസ് നമ്മുടെ മാത്യുവിന്റെ ഫാമിലിയോട് റിയാക്ട് ചെയ്ത് നമുക്ക് കാണാം. യു മവോറീസ് ആർ ഓൾ ദ സെയിം ഡം ബ്ലഡി ഹോറീസ്. അപ്പൊ ഈ ഒരു ആസ്പെക്ട് ഈ ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്നതെന്ന് അറിയാം എങ്ങനെയാണ് ഈ ആളുകൾ എന്തോരം വെൽക്കമിങ് അല്ല എന്നുള്ളത്, മറിച്ച് മറ്റ് കൾച്ചേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യാൻ അവർ തയ്യാറല്ല എന്നൊക്കെയുള്ളൊരു കാര്യം. ഇതും നമുക്ക് മറ്റൊരു ഫേമസ് നോവലായിട്ടുള്ള ടു കിൽ എ മോക്കിംഗ് ബേർഡ് എന്ന് പറയുന്ന ഒരു നോവലിൽ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഒരു കോൺഫ്ലിക്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതിലും ഒരു സ്മോൾ അമേരിക്കൻ ടൗണിനെ, മിക്സ്ഡ് കൾച്ചേഴ്സ് ഉള്ള ഒരു അമേരിക്കൻ ടൗണിനെയാണ് നമ്മൾ അതിലും പോർട്രേ ചെയ്തിട്ടുള്ളത്. അപ്പം അതുമായിട്ട് ചെറിയൊരു കൈൻഡ് ഓഫ് പാരലൽ കണക്ഷൻ ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കും. വിത്ത് ദ മെജോറിറ്റി ബീങ് വൈറ്റ് പീപ്പിൾ ആൻഡ് ദ മൈനോറിറ്റി നീഗ്രോസ്, വൈറ്റ് എന്ന് പറയുന്ന എപ്പോഴും അവർ ഈ നീഗ്രോസിനെ അക്സെപ്റ്റ് ചെയ്യില്ല. അതാണ് നമുക്ക് എപ്പോഴും ആ ഒരു റേസിസം എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇത് തന്നെയാണ് വി ക്യാൻ സീ ദാറ്റ് ടു സം കമ്മ്യൂണിറ്റീസ് ഇൻ ന്യൂസിലാൻഡ് ലൈക്ക് വെല്ലിംഗ്ടൺ, ഈ ഒരു യെല്ലോ ബ്രിക്ക് റോഡിലും സംസാരിക്കുന്നത് ഈ ഒരു പർട്ടിക്കുലർ റേസിസം തന്നെയാണ്. ഇതിനകത്ത് നമുക്ക് മനസ്സിലാവും ഹൗ ദ ഫാമിലി ഫെൽറ്റ് അബൌട്ട് മൂവിങ് ടു വെല്ലിംഗ്ടൺ വിത്ത് സോ മെനി പക്കേഹാസ്. അതിനകത്ത് അവരെന്തോരം ദ പീപ്പിൾ അറൌണ്ട് മീ അവരെപ്പോഴും ഈ ഒരു ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പീപ്പിളിനെ കാണാൻ വേണ്ടിയുള്ള ഒരു മെന്റാലിറ്റി ഉള്ളവരാണ് അവർ. പക്ഷേ ഈ പക്കേഹാസ് അതിനെ ഒരിക്കലും പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു റിയാലിറ്റിയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് ദ ഓഥർ ഈസ് മേക്കിംഗ് ദ റീഡേഴ്സ് തിങ്ക് ട്വൈസ് അബൌട്ട് ട്രീറ്റിംഗ് പീപ്പിൾ ഓഫ് ഓൾ റേസസ് ആൻഡ് എത്നിസിറ്റീസ് വിത്ത് ഈക്വൽ റെസ്പെക്ട്. അതായത് ഇവിടെ നമുക്ക് റീഡേഴ്സിന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് എല്ലാ കൾച്ചേഴ്സിനെയും, എല്ലാ റേസസിനെയും, എല്ലാ എത്നിസിറ്റീസിനെയും നമ്മൾ ഈക്വൽ ആയിട്ട് നമ്മൾ വെൽക്കം ചെയ്യുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് ഈ ഒരു റൈറ്റർ ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിലൂടെ നമുക്ക് കാണിക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ യെല്ലോ ബ്രിക്ക് റോഡിൽ ഞാൻ പറഞ്ഞു ഇത് എമറാൾഡ് സിറ്റിയെ കുറിച്ചുള്ള മെൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ എമറാൾഡ് സിറ്റിയുടെ കാര്യം പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി അവിടെ പറയുന്നുണ്ട്, അതെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം നേടിയെടുക്കാൻ അങ്ങനത്തെ ഒരു ഫിക്ഷണൽ ലാൻഡ് ആണെന്ന് പറയുന്നുണ്ട്. സോ ആസ് ദ സ്റ്റോറി പ്രോഗ്രസസ് doubt starts to come into the reader's mind as well as Matthew's. Dad, will the Pakehas like us in Wellington? But things will be different when we get to Wellington, won't they? അപ്പം ഇതിൻ്റെ അകത്ത് തന്നെ രണ്ട് ഒരു രീതിയിലാണ് പ്രസന്റ് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് ആ ഒരു ഹോപ്പ് എന്നുള്ള രീതിയിൽ കാണാം, പക്ഷെ അതിനുശേഷം നമുക്ക് ഒരു ഹോപ്പ് ഡിമിനിഷ് ചെയ്യുന്നതും കാണാം. ഓൾറെഡി ആ രണ്ട് കോൺവെർസേഷൻ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. Matthew realized that not everyone is going to accept them like he thought, which makes him question whether he is really like Wellington or not. അവിടെ തന്നെ മനസ്സിലാക്കും മാത്യു ഈസ് അക്സെപ്റ്റിംഗ് ദ ഫാക്ട്, എല്ലാവരും ഒരുപോലെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള ഫാക്ട്. ആ ഒരു എമറാൾഡ് സിറ്റിയുടെ ഹോപ്പ് പതുക്കെ ഡിമിനിഷ് ചെയ്യുന്ന ഒരു റിയലൈസേഷൻ നമ്മുടെ മാത്യുവിന് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇതാണ് ആ ഒരു പർട്ടിക്കുലർ ആ ഒരു സ്റ്റോറിയുടെ ആ ഒരു സെഷൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഓവറോൾ ഈ ഒരു യെല്ലോ ബ്രിക്ക് റോഡ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായ റെലവൻസ് ഇഷ്യൂസിനെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അത് ഈവൻ ഇറ്റ് ഈസ് റേസിസം, ഈവൻ ഇറ്റ് ഈസ് ഡിഫറെന്റ് മിക്സ് ഓഫ് കൾച്ചേഴ്സ്, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രിജുഡൈസ്, അതൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഒരു സൊസൈറ്റിയിൽ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നത്. ബിക്കോസ് റിയാലിറ്റി ഈസ് ഡിഫറെന്റ് ടു അവർ എക്സ്പെക്ടേഷൻസ്. ലൈക്ക് ഡ്രീംസ് ഡു നോട്ട് ഓൾവേസ് കം ട്രൂ. അതൊരു ഫാക്റ്റാണ്. നമുക്ക് എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല റിയാലിറ്റീസ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു പർട്ടിക്കുലർ ഒരു സ്റ്റോറിയാണിത്. ഇതിൻ്റെ അകത്ത് റേസിസം എന്ന് പറയുന്നതാണ് നമുക്ക് സമ്മപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മെയിൻ തീം എന്ന് പറയുന്നത്. അതായത് റിച്ച് ആർ ഓൾവേസ് സേഫ് ഇൻ ദർ ഹോം, പക്ഷേ ഈ പുവർ ആണ് എപ്പോഴും ടോയിൽ അവേ ഇൻ ദ മിസ്റ്ററി. അവരുടെ കഷ്ടപ്പാടുകൾ ഏറ്റവും അനുഭവിക്കപ്പെടുന്നവരെന്ന് പറയുന്നത് ഈ പുവർ ആണ് എന്നുള്ള ഒരു കാര്യം നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കും. So this is all about this short story, Yellow Brick Road. And if you need any notes regarding this story, you can send an email which is given in the description box.
സോ സീ യു ഓൾ.